ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങ അച്ചാറാണ്. വിനാഗിരി ഒന്നും ചേർക്കാത്തൊരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ നാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പൂടെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ചട്ടി എടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിട്ട്, ഇപ്പം നമ്മളിട്ടത് കായമാണ്, അതൊന്ന് മൂക്കാൻ വേണ്ടിയാണ് കായ എണ്ണയ്ക്കകത്തോട്ടിട്ടത്. എന്നിട്ട് നമ്മളത് കൂരി മാറ്റും. എന്നിട്ട് നമ്മളിത് ചതച്ചെടുക്കും, കാരണം അപ്പോൾ ഈ കട്ടയായിട്ട് കിടക്കത്തില്ല കായം. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ആവശ്യത്തിന് ഇട്ടു. നിങ്ങൾക്ക് ഒരുപാട് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ അത്രയും ഇടാം, നമുക്ക് എത്രയാണോ ഇഷ്ടം ആ അളവിൽ ചേർത്താൽ മതി. പിന്നെ ഇപ്പോൾ നമ്മൾ കാന്താരിമുളകാണ് ഇട്ടത്. പച്ചമുളകിനേക്കാൾ ടേസ്റ്റ് കാന്താരിക്കായിരിക്കും, അതുകൊണ്ട് നമ്മൾ കാന്താരിയാണ് ഇട്ടത്. നമ്മൾ ആദ്യമേ ഉലുവ ഇടാൻ മറന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഉലുവ ഇട്ടത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കായം എടുത്തു മാറ്റിയായിരുന്നു. ആ കായം നമ്മൾ നമ്മൾ മിക്സിയിലൊന്നും പൊടിക്കണ്ട, ജസ്റ്റ് നമ്മൾ കല്ലൊക്കെ കാണുമല്ലോ, ആ കല്ല് വെച്ച് പൊടിച്ചിട്ടാൽ മതി. പിന്നെ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഒരുപാട് എരിവ് വേണമെന്നുള്ളവർക്ക് അത്രയും, അല്ല കുറച്ച് അച്ചാറിന് കുറച്ച് എരിവ് മതി എന്നുള്ളവർക്ക് അതനുസരിച്ച്, കാരണം നമ്മൾ ഓൾറെഡി കാന്താരി മുളക് ഇട്ടതാണ്, അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ഇടുക. എന്നിട്ട് ഇതൊന്ന് ചൂടാകുന്നത് വരെ നമ്മൾ നല്ല രീതി അടിയിൽ പിടിക്കാത്ത രീതി, മുളകിന് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്, മുളക് കരിയാൻ പാടില്ലാത്ത രീതിയിൽ നല്ല രീതി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇടുകയാണ്. ആവശ്യത്തിന് കറിവേപ്പില ഇടുക. ഇത് നല്ല രീതിയിൽ ഒരുപാട് തീ കൂട്ടിയൊന്നും വെക്കരുത്, കാരണം മുളക് മൂത്ത് പോയാൽ ഒട്ടും നല്ലതായിരിക്കത്തില്ല. ഇപ്പം നമ്മൾ കുറച്ച് ശർക്കര ഇട്ടു. ശർക്കര ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു മധുരവും പുളിയും കൂടെ കിട്ടാൻ വേണ്ടി, ഒരു മധുരം കിട്ടും ആ പുളിയുടെ കൂടെ, അതിനാണ് നമ്മൾ ശർക്കര ഇട്ടത്. ശേഷം ഇനി നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇതിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നമ്മൾ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മാത്രം മതി. നമ്മൾ നല്ല വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നാൾ ഇരിക്കുമോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും കാണും. നമ്മൾ ഒരുപാട് നാളൊക്കെ ഇരിക്കുന്നോളും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് വെക്കണം എന്നൊന്നുമില്ല, പുറത്ത് വെച്ചാലും നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. വിനാഗിരി ഒന്നും ഒഴിക്കാത്തത് കുറേ നാളിരുന്നോളൂ. നമ്മൾ ചില സമയത്ത് ഇതിലൂടെ ഈന്തപ്പഴം ഇടും, അതിൻ്റെ ഞാനൊരു റെസിപ്പി വേറൊരു വീഡിയോ ചെയ്ത് കാണിക്കാം. ഇന്ന് നമ്മൾ ഇട്ടേക്കുന്ന ശർക്കരയാണ്. അപ്പം ഈന്തപ്പഴം ഇട്ട നാരങ്ങാച്ചാർ ഞാനൊരു ദിവസം കാണിച്ചു തരാം. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് കയ്പോ ഒന്നും കാണത്തില്ല. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും.